ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞാണ് അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ. എനിക്കത് വേറെ പണിയിലേത് ചോദിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം ഞാൻ ബിസി ആയി പോയതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിസ്റ്ററിന്റെ ഓപ്പറേഷൻ ആയിരുന്നു, ക്യാൻസറിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഇട്ടായിരുന്നു. റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പലരും പറഞ്ഞിരുന്നു ഞാൻ മുങ്ങിപ്പോയി, അനീഷ് മുങ്ങി, പേടിച്ചു മുങ്ങി എന്നൊക്കെ. ആ പേടിച്ച് മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ എഴുതിയവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇട്ടത്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. സിസ്റ്ററിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഐസിയുലായിരുന്നു. ഐസിയുന്ന് ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അന്നൊരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും വന്ന് അതിന്റെ താഴെ കമന്റ് ഇട്ടിരുന്നു. അതിൽ പ്രശസ്തരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ വന്ന് കമന്റ് ഇട്ടിരുന്നു. നോക്കടാ, സന്ദീപ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നീ പോയി ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലോട്ടൊക്കെ നമുക്ക് വരാം. ആദ്യം നമുക്ക് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹായ് കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളം യൂട്യൂബ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ആരുടേതുമല്ല, സന്ദീപിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് അനീഷ് വ്ലോഗ് പുറത്തിട്ടിരിക്കുന്ന പുതിയ വീഡിയോ. പുള്ളിക്കാരന്റെ പുതിയ വീഡിയോ കാണുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, ഈ സന്ദീപിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് വെറുതെ അല്ലേ, അതൊരു കള്ളക്കേസല്ലേ എന്നുള്ളത്. ശരിക്കും അത് സ്വാഭാവികമാണ്. പലർക്കും ഉണ്ടായ ഒരു സംശയമാണ്, സന്ദീപിനെ പിടിച്ചുകൊണ്ടുപോയത് കള്ളക്കേസിനല്ലേ, അല്ലെങ്കിൽ അവനെതിരെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. പക്ഷെ ഇവിടെ അനീഷ് ബ്ലോഗ് പുറത്തു വിട്ടിരിക്കുന്ന മറുപടി കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും. ബിഷപ്പിനെതിരെ വ്യാജ കഥകൾ മെനഞ്ഞ് 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ വ്യക്തിഹത്യ നടത്തിയാൽ പിന്നെ കേസ് വരാതിരിക്കുമോ കൂട്ടുകാരെ? എന്തായാലും കാര്യങ്ങൾ ശരിക്കും ചൂടേറിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും അതിലേക്കൊന്ന് കയറി നോക്കാം. മൊത്തം കേൾക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ നിലപാടില്ലാത്തവനാണ്, ഞാൻ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും രേണുവിന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരോട് ഒരു കാര്യം, എന്റെ കുടുംബത്തിലും ഒരു ക്യാൻസർ രോഗി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, രേണു കാണിക്കുന്ന ബില്ലുകൾ, അതോടൊപ്പം തന്നെ രേണു പറയുന്ന ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫേക്ക് ആണെന്നും മറ്റ് ക്യാൻസർ രോഗികൾക്ക് ഇത്ര പൈസ ആകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വോയിസ് സഹിതമൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പ്രാർത്ഥനയായാലും അത് നഷ്ടപ്പെടുത്തുന്നതിനെതിരായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് മനുഷ്യത്വം എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ബിഷപ്പുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ എല്ലാവരും കാണാം. അതിനു മുമ്പായിട്ട് നമുക്ക് സന്ദീപിന്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം. പലരും പറയുന്നത് കേട്ടു ഞാൻ മുങ്ങിപ്പോയെന്നോ, പിന്നെന്താ ഈ കഥയൊക്കെ വെറും സാങ്കല്പിക കഥയാണ്, ഇതിലെന്താണ് ബിഷപ്പിന് കൊള്ളാൻ എന്നുള്ള കാര്യം പറയുന്നത് കേട്ടു. പലരൊക്കെ പോയി എന്താ പറയുക, പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ വെയിറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നു. അതൊക്കെ നമുക്ക് പറയാം. ആദ്യം സന്ദീപ് പറയട്ടെ. സന്ദീപിന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്. അതായത് വെളിയിൽ ഇറങ്ങിയ സമയത്താണ് സന്ദീപ് ഇത് പറയുന്നത്. എന്തായാലും സന്ദീപ് പറയുന്ന കാര്യം ആദ്യം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. അതെ, അത് ചെയ്തിട്ടേ പോകാവൂ, അല്ലെങ്കിൽ പിന്നെ കാറിന്റെ അകത്ത് സാധിച്ചാലോ. അതുകൊണ്ട് അത് ചെയ്തിട്ട് പോകാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നല്ല വാക്കുകൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്റെ വീഡിയോയിലൂടെ ഇങ്ങനെ വേറെ രീതിയിലുള്ള മോശം വാക്കുകളൊന്നും പറയത്തിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം, പോട്ടെ, അത് കഴിഞ്ഞ് പറയട്ടെ. എടാ എനക്കൊക്കെ എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞാണ് അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ. എനിക്കത് വേറെ പണിയിലേത് ചോദിക്കാനുള്ളത്. എനിക്കിതാണ് സന്ദീപിനോട് പറയാനുള്ളത്. വല്ലവരും തരുന്ന എച്ചിൽ കഷ്ണങ്ങൾ പിടിച്ചെടുത്തിട്ടേ മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് അത് നല്ല കാര്യമാണോ? ഞാൻ ഇന്ന് വരെ ഒരുത്തരുടെ കയ്യിൽ നിന്നും 1 രൂപ മേടിച്ചിട്ടില്ല, അറിയാമോ? ഞാൻ എന്റെ ഭാഗത്ത് സത്യമുള്ളതും ഞാൻ കണ്ടും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചാണ് വിമർശിച്ചിട്ടുള്ളത്. രേണുവിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഈ പറയുന്ന ബിഷപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ വിഷയത്തിലും ഞാൻ എന്റെ കയ്യിൽ വരുന്ന തെളിവുകളും അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിയിട്ടുമാണ് വീഡിയോ ഇടുന്നത്. ഇവിടെ നക്കാപ്പിച്ച മേടിച്ചിട്ട് വീഡിയോ ചെയ്തത് ആരാണെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ സന്ദീപ് എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചിട്ടുണ്ടെങ്കിൽ സന്ദീപിന്റെ വീഡിയോയിലൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചുകൊണ്ടുള്ളത്. ജാമ്യം കിട്ടുന്നുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്താക്കിയിട്ടുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് ചെയ്യുന്നതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും കൂടെ വേണ്ട. ഓക്കെ, അത്ര മതി. ഇവിടെ സന്ദീപ് പറയുന്നുണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. സന്ദീപ് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, അതിന് ഒരു സംശയവുമില്ല. നല്ലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത് എന്താ പറയുക, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അഭിമാനത്തോട് തന്നെ പറയും, സന്ദീപ് നല്ലൊരു വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഇവിടെ സന്ദീപ് ഈ കാണിച്ച കാര്യത്തിൽ എനിക്ക് ഇദ്ദേഹത്തെ അംഗീകരിക്കാനോ ഇദ്ദേഹത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ തോന്നുന്നില്ല എന്നുള്ള കാര്യം ഞാൻ എടുത്തു തന്നെ പറയുകയാണ്. ഇവിടെ സന്ദീപ് കാണിച്ചത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ സ്വത്തുപരമായിട്ടുള്ള കാര്യം, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന സന്ദീപ്.
അപ്പോൾ പറയും ഈ സന്ദീപ് ബിഷപ്പിന്റെ പേരെങ്കിലും പറഞ്ഞില്ലല്ലോ. ഇതാണ് പലരും ഉന്നയിക്കുന്ന കാര്യം. പലരും അതിന്റെ കമന്റ് ബോക്സുകളിൽ മെഴുകുന്നതും അത് തന്നെയാണ്. എവിടെയും ബിഷപ്പിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ വ്യക്തമായിട്ട് സന്ദീപിന്റെ വീഡിയോയിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിന്റെ വോയിസ് വെച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ ബന്ധുവിന്റെ വോയിസ് വെച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ അച്ഛന്റെ പെങ്ങളുടെ വോയിസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ബിഷപ്പിന്റെ പേരെടുത്ത് ഈ സന്ദീപ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എല്ലാം പറയണമല്ലോ, എന്തായാലും ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ബിഷപ്പിനെ ഇത്രമാത്രം ദ്രോഹിക്കേണ്ട കുറ്റം അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത് സന്ദീപ് തന്നെ പറയണം. അപ്പോൾ ഈ കാര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതൊരു സാങ്കല്പിക കഥയാണല്ലോ. ഈ സാങ്കല്പിക കഥ വേണമെങ്കിൽ റിയൽ സ്റ്റോറി ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ ആളുകൾക്ക് കൊള്ളി അവരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഫുൾ എവിഡൻസ് ഓർ ദി പേപ്പേഴ്സ് വിത്ത് സൗണ്ട് റെക്കോർഡിംഗ്സ്, ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. പിന്നെ അവർ നൽകിയ ഒരു പവർ ഓഫ് അറ്റോർണി എല്ലാം നമ്മുടെ കൈകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു സാങ്കല്പിക കഥ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ കാര്യമായിട്ട് എടുക്കാൻ നിങ്ങൾ താല്പര്യമുള്ളതാണ്. അപ്പോൾ പിന്നെ ഇനിയും എന്തെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബിഷപ്പ് നോബിൾ എന്ന് ഓർത്ത് കാണിക്കേണ്ടി വരുന്നതാണ്. ഇതാണ് കൃത്യമായിട്ട് ഗവൺമെന്റ് പോർട്ടലിൽ ഏതൊരു വ്യക്തിക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന പബ്ലിക് ഡോക്യുമെന്റ്സ് പറയുന്നത്. പബ്ലിക് ഡോക്യുമെന്റ്സ് പുറത്തുള്ള പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എല്ലാ രീതിയിലും എന്നാലും ഒന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കേട്ടോ. ബിഷപ്പ് നോബിൾ ഫിലിപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇത് പബ്ലിക്കിൽ കിടക്കുന്നതാണ്. ഇത് പോർട്ടലിൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന സന്ദീപ് തന്നെയാണ്. അപ്പം വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈ പറയുന്ന സന്ദീപ് ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഹരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന് തെളിവാണ് ഞാൻ ഇവിടെ വെച്ചത്. പിന്നെ ഒന്നും കാണാതെ പോലീസ് സന്ദീപിനെ അറസ്റ്റ് ചെയ്യത്തില്ല. സന്ദീപിന്റെ വീട്ടിൽ പോയി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കേസിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലാതെ കള്ളക്കേസാണെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളക്കേസല്ല. സന്ദീപ് ഇപ്പോഴും കിടന്ന് എഴുതുന്നുണ്ട് ഇത് കള്ളക്കേസാണെന്ന്. കള്ളക്കേസല്ല. സന്ദീപ് ബിഷപ്പിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. സന്ദീപ് ആരുടെ കയ്യിൽ ചിക്കിലി മേടിച്ചിട്ടായിരിക്കണം ഈ ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞത്. അതിന്റെ അകത്ത് സന്ദീപ് പറഞ്ഞൊരു കാര്യം എന്താണ്? ഈ പറഞ്ഞ ബിഷപ്പിന്റെ ബിഷപ്പട്ടം മനസ്സിലാക്കിക്കോണം. ബിഷപ്പ് പട്ടം, അദ്ദേഹത്തിന് അച്ചപ്പട്ടം കിട്ടിയത്, ഇതെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു മതത്തെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന്. ഒരു മതത്തിന്റെ പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ആ മതത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപിന് ഈ ഒരു കേസ് പോയിരിക്കുന്നത്. പിന്നെ സന്ദീപിന് അറിയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഈ സന്ദീപ് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 40 കോടി സ്വത്തുണ്ടല്ലോ, അതായത് ഈ പറയുന്ന മീനമ്മ എന്ന് പറയുന്ന അവരെ തട്ടിച്ചുണ്ടാക്കിയ 40 കോടി സ്വത്ത്, അതിൽ നിന്നുള്ള ഓരോ വിഹിതം എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇദ്ദേഹം താമസിക്കുന്ന ഹട്ടിന്റെ മുമ്പിലായിട്ട് കുറെ വീടുകൾ പണിതിട്ട് ഈ പറയുന്ന നിങ്ങൾ കൊണ്ടുവരുന്ന ഈ അച്ഛന്റെ ഭാര്യമാരെന്ന് പറഞ്ഞ് വരുന്നവരെ എല്ലാം അതിൽ നമുക്ക് പാർപ്പിക്കുകയും ചെയ്യാം. സന്ദീപ് കൊണ്ടുവന്ന് ഈ പറയുന്ന ഭാര്യമാര് ഇതാണ്, മക്കൾ ഇതാണ് എന്ന് പറയുന്ന അവരെ കൊണ്ടുവന്നിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഞാൻ സന്ദീപിന് തരാം, അച്ഛന്റെ ലൊക്കേഷൻ അടക്കം തരാം, അച്ഛന്റെ കോൺടാക്ട് നമ്പർ തരാം, എല്ലാം തരാം. അത് കൊണ്ടുപോയി സന്ദീപ് ഈ പറയുന്ന ബിഷപ്പിനെ ഒന്ന് ഏൽപ്പിക്കണം. സന്ദീപ് സാങ്കല്പിക അതുപോലെ എന്തായിരുന്നു പറഞ്ഞത്? അച്ഛന് 2 ഭാര്യമാരുണ്ട്, ഒരാൾ ഡോക്ടറാണ്, മറ്റൊരാൾക്ക് ആലുവയിലാണോ കൊല്ലത്താണോ എന്ന് അറിയത്തില്ല, അവർക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് വരെ പറഞ്ഞു. ഇല്ലേ? പിന്നെ നീ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സൈക്കിളാണെന്ന് പറഞ്ഞു. അത് കോഴിക്കോട് ജില്ലയിൽ വേറെ ഭാഷയാ പറയുന്നതെന്ന് നീ പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹത്തെ 9 ആണെന്നുള്ള കാര്യവും നീ നിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കറിയത്തില്ല, നീ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം 9 ആണ്, സൈക്കിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളും ഭാര്യമാരും ഒക്കെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നീ നിന്റെ കഥയിലൂടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. സന്ദീപ് തീ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബിഷപ്പിനെ താറടിക്കാനായിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന, ഒത്താശ പിടിക്കുന്ന, നിന്റെ കമന്റ് ബോക്സിൽ കടന്ന് വീഴുന്ന കമന്റോളികളെ നിങ്ങൾ ഈ സമൂഹത്തിൽ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു വ്യക്തിയെ, അതും ഒരു സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു മത പുരോഹിതനെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നീ ഉണ്ടാക്കിയ കഥകൾ, നീ ഉണ്ടാക്കിയ കെട്ടുകഥകൾ, നിന്നെ ഈ കഥ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ച അവരെല്ലാവരും നിന്നെ ഒടുവിൽ കൈയൊഴിയും. ആ ഒരു അവസ്ഥയായിരിക്കും നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ മുമ്പും ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. മുമ്പ് ഈ പറയുന്ന രേണു ബിഷപ്പിനെതിരെ പറഞ്ഞപ്പോൾ തെളിവ് സഹിതം വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഈ സജീന ബിഷപ്പിനെതിരെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ്. അന്ന് ഞാൻ ബിഷപ്പിനെ വിളിച്ച് എല്ലാ തെളിവുകളും എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് വീഡിയോ ഇട്ട ഒരാളാണ്. അന്നേരമാണ് ഇതുപോലൊരു സാങ്കല്പിക കഥ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ താറടിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഇട്ടുകൊടുത്തത്. നിന്റെ വീഡിയോ എത്ര പേര് കണ്ടു? അത് മാത്രമല്ലാതെ നിന്റെ വീഡിയോ എടുത്ത് എത്ര പേര് റിയാക്ട് ചെയ്തു? ഈ അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന ബിഷപ്പിന്റെ അമ്മയെ വിളിച്ചിരുന്നു. ഈ ബിഷപ്പിന്റെ അമ്മയെ വിളിച്ചപ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മകനെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന്. ഞാൻ സന്ദീപിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? സന്ദീപിനും ഇല്ലേ ഒരു അമ്മ? സന്ദീപിനെ കുറിച്ച് ഇതുപോലെ ഒരു കെട്ടുകഥ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ അമ്മ ക്ഷമിക്കുവോ? അല്ലെ നിന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഒരു സഭയുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ബിഷപ്പിനെ കുറിച്ച് നീ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ, ഇത് ഒരിക്കലും ഇല്ലാത്ത ഒരു കഥകൾ നീ പറഞ്ഞുണ്ടാക്കിയപ്പോൾ, അവരുടെ സ്വത്ത്, ബിഷപ്പിന്റെ കയ്യിലിരിക്കുന്ന 40 കോടി സ്വത്ത് നീ പറഞ്ഞു ഒരു മീനമ്മ എന്ന് പറയുന്ന ഒരു അമ്മയെ തട്ടിച്ചെടുത്തതാണെന്ന്. ഇല്ലേ? ഇതൊക്കെ നീ പറഞ്ഞു, ഇതൊക്കെ നീ ഇട്ടുകൊടുത്തത് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ്. നീ അദ്ദേഹത്തെ വലിച്ചു കയറാനായിട്ടാണ് ഇട്ടുകൊടുത്തത്. എന്നിട്ട് കുറെ പേര് വന്നിരുന്നിട്ട് ഇത് സാങ്കല്പിക കഥയല്ലയോ, പിന്നെന്തിനാ മറ്റുള്ളവർക്ക് കൊണ്ടത് എന്നാണ്. ഇത് സാങ്കല്പിക കഥയല്ല എന്ന് ഇത് കേട്ട എല്ലാവർക്കും അറിയാം. ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ പേരെടുത്തിട്ട് സന്ദീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നതായിട്ട് എന്റെ ശ്രദ്ധപ്പെട്ടു. മുമ്പ് ഈ പറയുന്ന സജീനയും രേണുവും ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഓരോരുത്തരും എടുത്ത് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടവന്മാരാണ്.
അന്നൊന്നും ഇല്ലാത്ത കാര്യം ഇന്ന് സന്ദീപ് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് പറഞ്ഞത് തെറ്റായിട്ടും ഇന്ന് പറഞ്ഞത് ഇത് ശരിയായിട്ടും തോന്നുന്നത്? സന്ദീപ് പറഞ്ഞത് ശരിയായിട്ട് തോന്നാൻ നിങ്ങൾക്ക് എന്താണ് കാരണം? അന്ന് നിങ്ങൾ രേണു ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് തെളിവുകൾ സഹിതം വെച്ച് വീഡിയോ ചെയ്തിട്ടുള്ളവരല്ലേ നിങ്ങൾ? പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? അതാണ് പറഞ്ഞത്, സപ്പോർട്ട് എവിടെയുണ്ടോ അവിടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ സത്യത്തിന്റെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹേറ്റേഴ്സും അതോടൊപ്പം തന്നെ എനിക്ക് തെറിവിളിയും ഞാൻ നിലപാടില്ലാത്തവരുമായി എനിക്ക് ഒരു കോപ്പുമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, എനിക്കൊരു കോപ്പുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ് കെട്ടുകഥ ഉണ്ടാക്കി വെച്ച ഈ സന്ദീപ് പറഞ്ഞ കഥ കള്ളമാണ്. സന്ദീപ് പറഞ്ഞത് തെറ്റാണ്. സന്ദീപിനെ കുറിച്ചാണ് ഇതുപോലെ ഒരു കഥ പറയുന്നെങ്കിൽ വീട്ടിലുള്ള അമ്മ സഹിക്കുമോ എന്നുള്ള എന്റെ ചോദ്യത്തിന് മറുപടി സന്ദീപ് പറയണം. കാരണം എന്റെ മകനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുത്ത് വീഡിയോ ചെയ്യിക്കുന്ന ആൾക്കാരെ കുറിച്ച്, ഈ വീഡിയോ ചെയ്ത നിന്നെ കുറിച്ച് ഒരു അമ്മയുടെ കരച്ചിലാണ്. ആ അമ്മയുടെ ശാപം നീ എവിടെ കൊണ്ട് തീർക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന കാര്യം. അദ്ദേഹം എങ്ങും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു ബ്രഹ്മചാരിയാണെന്ന്, എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവന്ന് നീ ബിഷപ്പിനെ ഏൽപ്പിക്കണം. നീ കൊണ്ടു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അത് മാത്രമല്ല 15 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാവരും ഇത് കൊണ്ടു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അഥവാ ബിഷപ്പിന്റെ നമ്പറോ അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷനോ ഒന്നും കിട്ടത്തില്ല, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരും നിങ്ങൾക്ക് ലൊക്കേഷൻ. കൂടെ ഞാനും വരും അവിടെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോ അത് ചെയ്യണം. പിന്നെ ബിഷപ്പ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം, 10ാം ക്ലാസ്സിൽ തോറ്റെന്നുള്ള കാര്യം, ബിഷപ്പിന്റെ അച്ചപ്പട്ടം എന്ന് തുടങ്ങി എല്ലാത്തിനെ കുറിച്ചും നീ പറഞ്ഞിട്ടുണ്ട്. കാശ് കൊടുത്ത് മേടിച്ചെടുത്ത ബിഷപ്പട്ടമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമുക്ക് പുറകാലെ ഓരോന്നോരോന്നായിട്ട് വരാം. ഇത് കുറച്ച് ലെങ്തായി പോയി. അപ്പൊ ഒന്നും ചെയ്യാത്ത സന്ദീപിനെ വെറുതെ പോലീസ് പിടിച്ചോണ്ട് പോയതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്ദീപിനോട് ഒരു കാര്യം പറയാനുണ്ട്. കഥയുടെ ബാക്കി സന്ദീപ് പറയണം. സന്ദീപ് ഈ കഥയുടെ തെളിവുകൾ വെച്ച് സന്ദീപ് സംസാരിക്കണം. സന്ദീപ് തെളിവ് സഹിതം ഇറക്കി വെക്കണം. കാരണം ഇപ്പോൾ ഈ സന്ദീപ് പറയുന്ന പോലെ അത് കള്ളക്കേസാണെങ്കിൽ സന്ദീപ് കൃത്യമായിട്ടും ഈ പറയുന്ന ബിഷപ്പിനെതിരെയുള്ള അല്ലെങ്കിൽ എന്തോ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പൊക്കി കാണിക്കുന്ന സന്ദീപ് ആ തെളിവ് വെച്ച് സംസാരിക്കണം. ധൈര്യമുണ്ടോ സന്ദീപിന്? നീ ജയിച്ചില്ലെങ്കിലും നീ മറ്റുള്ളവരെ കൊണ്ട് വെച്ച് ജയിപ്പിച്ചോ? പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യേ. അത് കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ ഇട്ട് കൊടുത്തത്. അദ്ദേഹം ചെയ്ത ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന രേണുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. ഇവിടെ അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ കേട്ടല്ലോ. അതായത് ഒന്നാമത്തെ കാര്യം പുള്ളി പറയുന്നത്, ജാമ്യത്തെ പുറത്തിറങ്ങിയ ശേഷം സന്ദീപ് തനിക്കെതിരെയുള്ള കള്ളക്കേസാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു അനീഷ് പറയുന്നത്. പക്ഷേ അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യം അത് വാലിഡ് ആണ് കേട്ടോ. സന്ദീപിന്റെ കയ്യിൽ യഥാർത്ഥ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തുറന്നു കാണിക്കാൻ ഈ സന്ദീപ് മടിക്കുന്നു? എന്തായാലും സന്ദീപിനെതിരെ തുറന്ന വെല്ലുവിളിയുമായിട്ടാണ് നമ്മുടെ അനീഷ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വ്യക്തിപരവും അല്ലെങ്കിൽ അയാളുടെ കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമൂഹത്തിന് മുന്നിൽ വലിച്ചഴിച്ച് താറടിക്കുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താണ് എന്നാണ്. ഇവിടെ സന്ദീപിന്റെ സാങ്കല്പിക കഥയാണല്ലോ മെയിൻ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒരിടത്തും സന്ദീപ് അച്ഛന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അനീഷ് അത് തുറന്നു കാട്ടിയിട്ടുണ്ട്. അതായത് സന്ദീപ് സംസാരിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ അനീഷ് ഈ ചോദ്യം ചോദിക്കുന്നു. അതിൽ സന്ദീപ് വ്യക്തമായിട്ട് അച്ഛന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തിയുടെ കുടുംബത്തെയും എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം വളരെ വികാരമായിട്ട് തന്നെയാണ് അനീഷ് പറയുന്നുണ്ട്. ഇവിടെ സന്ദീപ് പറഞ്ഞു താൻ ജയിലില് സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇറങ്ങിയത്, തനിക്കെതിരെ കള്ളക്കേസാണ്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് സന്ദീപ് പുറത്തിറങ്ങിയത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സ്റ്റേഷൻ ജാമ്യം എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ സന്ദീപിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അയാൾക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. എന്നാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി എന്ന് കരുതി ചിലർ വലിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർക്കുക. ജാമ്യം ലഭിച്ചു എന്നത് കേസ് അവസാനിച്ചു എന്നുള്ള കാര്യമല്ല കേട്ടോ. നിയമ നടപടിയുടെ അടുത്ത ഘട്ടം മാത്രമാണ് അത്. ശരിക്കും തനിക്കെതിരെ കള്ളക്കേസാണ്, അതുകൊണ്ട് സന്ദീപ് ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പലരും ആഘോഷിക്കുന്ന കണ്ടല്ലോ. പൂർണ്ണമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാമോ? അതായത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ FIR നമ്പർ നമുക്കറിയാം 0944/2026. അതാണ് കേസ് രജിസ്റ്റർ ചെയ്ത കേസ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റെയർ റീൽസ് എന്ന യൂട്യൂബ് ചാനൽ വഴി ഫാദർ നോബിൾ ഫിലിപ്പിനെതിരെ തുടർച്ചയായിട്ട് വ്യാജവും അപകീർത്തികരവുമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയെന്നുള്ള പരാതിയാണ്. അതിനെ തുടർന്നാണ് സന്ദീപിനെതിരെ ഈ ഒരു പോലീസ് നടപടിയെടുത്തത്. അതായത് ഭാരതീയ ന്യായ സംഹിത BNS 192, പിന്നെ കേരള പോലീസ് ആക്ട് 120 ഇതൊക്കെ പ്രകാരമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേട്ടോ, സ്റ്റേഷൻ ജാമ്യം എന്നാൽ കേസ് ഒഴിവാക്കലാണോ എന്നുള്ളത്. അല്ല, ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് കരുതി ആരും കുറ്റവിമുക്തനാകുന്നില്ല. നിയമപരമായിട്ട് പറഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അന്വേഷണവുമായിട്ട് സഹകരിക്കാം എന്നുള്ള വ്യവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു ആനുകൂല്യം മാത്രമാണ് ഈ ഒരു സ്റ്റേഷൻ ജാമ്യം. കേസിന്റെ അന്വേഷണം ഇപ്പോഴും പൂർണ്ണ തോതിൽ അത് തുടരുക തന്നെയാണ്. അതായത് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തുടർന്ന് കേസ് ഔദ്യോഗികമായിട്ട് കോടതിയിൽ വിചാരണയ്ക്കും എത്തും. അതായത് ട്രയൽ, അതൊക്കെ നമ്മൾ കേട്ടാറില്ലേ.
എന്തായാലും ഈ ഒരു നിയമപരമായിട്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കോടതി വിചാരണ ഉണ്ടാവും. അതായത് കേസ് കോടതിയിൽ എത്തി കൃത്യമായിട്ടുള്ള വിചാരണ നടക്കും. പിന്നെ ശിക്ഷാവധി, അതായത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ നിയമപ്രകാരം കോടതിക്ക് തടവ് ശിക്ഷയും അതുപോലെ പിഴയും വിധിക്കാൻ അധികാരമുണ്ട്. പിന്നെയുള്ളതാണ് സിവിൽ നടപടികൾ കേട്ടോ. അപകീർത്തി ഉണ്ടാക്കിയതിലൂടെ നഷ്ടം സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരന് സിവിൽ കോടതിയിലൂടെ നഷ്ടപരിഹാരത്തിനും മറ്റ് നിയമ നടപടികൾക്കൊക്കെ വഴികളുണ്ട്. ചുരുക്കത്തിലെ സ്റ്റേഷൻ ജാമ്യം എന്ന് പറയുന്നത് കേസ് തീർന്നു എന്നല്ല. സ്റ്റേഷൻ ജാമ്യം എന്ന് പറയുന്നത് അന്വേഷണം തുടരുന്നതിനിടയിൽ ലഭിച്ച ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ, ഈ ഒരു കേസിന്റെ അവസാനമല്ല, തുടക്കം മാത്രമാണ്. അന്വേഷണം പൂർത്തിയാകാനുമുണ്ട്, കുറ്റപത്രം സമർപ്പിക്കാനുമുണ്ട്, കോടതിയിൽ വിചാരണ നടക്കാനുമുണ്ട്. ഏതായാലും അന്തിമവിധി പറയാനുള്ളത് കോടതിയാണ്. സത്യവും നീതി നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പുറത്തു വരട്ടില്ലേ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു രേണുസുധിയുടെ ക്യാൻസർ ചികിത്സ സഹായവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളിൽ താൻ, അതായത് അനീഷ് ബ്ലോഗ് രേണുവിനോടൊപ്പം നിന്നു എന്നാണ് അയാൾ തുറന്നു പറയുന്നത്. തെറ്റാണ്. ഞാനും ഈ പറയുന്ന രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ ഞാൻ ചേർത്ത് പിടിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം അതിന് എത്ര രൂപ ചെലവാകും, ആ രോഗത്തിന്റെ അവസ്ഥ എന്തെന്ന്. അപ്പോൾ രേണുവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചിയെക്കാട്ടിലും എത്രയോ ഇരട്ടി കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ വീട്ടിലെ മാനസികാവസ്ഥ നല്ലപോലെ അറിയാം. ആ ഒരു സമയത്ത് ഞാൻ അവരെ ചേർത്ത് പിടിച്ചതിൽ എന്റെ മനസാക്ഷിക്ക് അത് ശരിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണു നാളെ വന്ന് തെറ്റ് കാണിച്ചാൽ ഞാൻ വിമർശിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുമ്പ് രേണു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് വിമർശിച്ചിട്ടുണ്ട്, അതിന് തെളിവ് സഹിതം ഞാൻ വെച്ചിട്ടുമുണ്ട്. അതും ഞാൻ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ രേണുവിനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഈ ഒരു സമയത്ത് അവരെ കുറ്റപ്പെടുത്താനോ അവരെ എന്താ പറയുക വലിച്ചു കീറുന്നത് കണ്ടു നിൽക്കാനോ ഒന്നും ഞാൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ബിഷപ്പിനെതിരെ പറഞ്ഞ ഈ സന്ദീപ് വെക്കണം. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം. എന്തായാലും ഇവിടെ നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഫ്രീ ആയി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്നെ തെറി വന്ന് വിളിച്ച് സന്ദീപിനെ TJ വിളിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം. സമൂഹത്തിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി വെച്ചിട്ട് അത് കള്ളക്കേസാണെന്ന് പറഞ്ഞു നടക്കുന്ന സന്ദീപ്, കള്ളക്കേസാണെങ്കിൽ കൃത്യമായിട്ടും നിന്റെ കയ്യിലുള്ള തെളിവുകൾ നീ വെക്കണം. നിന്റെ ഭാഗം നീ ക്ലിയർ ചെയ്യണം. അതാണ് നീ ചെയ്യേണ്ടത്. അത് ചെയ്യണം. ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ്. അത് പറയാം. തന്റെ വീട്ടിലും അത്തരം ഒരു രോഗി ഉള്ളത് കൊണ്ടാണ് ആ ഒരു വേദന തനിക്ക് നന്നായി അറിയാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഒരാൾ നമ്മുടെ കുടുംബത്തിൽ അതുപോലൊരു സിറ്റുവേഷനിലാണ് എന്ന് അറിയുമ്പോൾ, അതായത് നമുക്കറിയാലോ ആ ഒരു വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. ആ ഒരു വേദന ഉൾക്കൊണ്ട് മാത്രമാണ് അനീഷ് രേണുവിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മറ്റൊരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനെയും വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നതിനെയും ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് അനീഷ് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ കണ്ടതില് നിങ്ങൾക്ക് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നും സന്ദീപിനെതിരെ എടുത്ത കേസ് ശരിയാണോ, അല്ലെങ്കിൽ അതിൽ പറയുന്നത് പോലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള നടപടിയാണോ ഇത്? നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.